ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് പല്ല് തേക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പം ചില സമയങ്ങളിൽ ഞാൻ കേട്ടോ, അപ്പോൾ എല്ലാ ദിവസങ്ങളിലും അല്ല, ചില സമയങ്ങളിൽ എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ നേരെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പല്ല് തേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് വന്ന് പല്ലൊക്കെ തേച്ചു. പിന്നെ ജസ്റ്റ് അവിടെ അമ്മ തുണിയൊക്കെ രാവിലെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊന്ന് ചെറിയ തുണികളൊക്കെ മുന്നിലോട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ജോലിയൊക്കെ അമ്മ രാത്രി ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളും നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞങ്ങൾ ചില സമയങ്ങളിൽ വൈകിയാണ് ഉറങ്ങുക. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫോണിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടുകൊണ്ടോ അങ്ങനെയൊക്കെ കിടന്ന സമയം പോട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കുറച്ചല്ല, ഞാൻ ഇന്നലെ ഇട്ടിരുന്ന തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി. അപ്പം എനിക്കിനി വിരിച്ചിടാൻ ഇവിടെ എത്തത്തില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര പൊക്കത്തിലാണ് അശയൊക്കെ കെട്ടിയേക്കുന്നത്. അതുകൊണ്ട് കഴുകി പിഴിഞ്ഞ് ഇവിടെ വെച്ചേക്കും. അമ്മയാണ് വിരിച്ചിടുക കേട്ടോ. അപ്പോൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞു. പിന്നെന്താ, വേറെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളുമായിട്ട് നമുക്കിവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ മക്കൾ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ തുണിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് ചുമ്മാതെ ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് രാവിലെ ഇതിലേക്കൂടി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നിങ്ങനെ ഞാനിവിടെ ചുറ്റും ഇങ്ങനെ ഒന്ന് നടന്നു കഴിഞ്ഞിട്ട് ചെറിയൊരു ഇളം വെയിലുണ്ട് കേട്ടോ. അപ്പം ഇന്ന് വലിയ വെയിലില്ലായിരുന്നു. അപ്പോൾ അതിന് ചെറുതായിട്ടൊരു ഇളം വെയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതൊക്കെ ഒന്ന് കൊള്ളുകയാണ് കേട്ടോ. അപ്പം ഇളം വെയിൽ കൊള്ളുന്ന നമ്മുടെ സ്കിന്നൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെയിലൊക്കെ കൊണ്ടിട്ട് വീണ്ടും ഞാനിങ്ങനെ ജസ്റ്റ് ഇവിടെ എല്ലാം നടന്നു. അപ്പോൾ നല്ല രസമാണ് കിളികളുടെ ആ ഒരു ഇതൊക്കെ കേൾക്കാനും. രാവിലെ ഞാനങ്ങനെ പൊതുവെ നമുക്ക് അവിടെ ഇങ്ങനെ ഇത്ര ഒരു സ്പേസ് നമ്മുടെ അവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നടക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് അടുക്കളയിലോ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളോ ഒക്കെ നോക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ നമുക്കൊരു പ്രത്യേക അനുഭവമാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഇങ്ങനെ കുറച്ച് നേരം മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം നടന്നൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അടുക്കളയിൽ നോക്കിയപ്പോഴത്തേക്ക് ഇത് കണ്ടോ, എനിക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീൽ തോന്നി. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ പുകയോടെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വെക്കുന്നത്, അല്ലെങ്കിൽ ചായക്കടകളിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പണ്ട് നമ്മൾ മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് അടുപ്പിലാണൊക്കെ എല്ലാം ചെയ്യുന്നത്. അപ്പം അത് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ അപ്പോൾ രാവിലെ അമ്മ ഇഡലിയും ചമ്മന്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് പാല് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ തീർന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ജ്യൂസ് അടിക്കാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് പാലും കുടിച്ചു. പിന്നെ കുറച്ച് കാഷ്നട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് കഴിച്ചു. അപ്പോൾ ഇതൊക്കെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് മക്കളൊക്കെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. അപ്പോൾ അവരെഴുന്നേറ്റൊന്ന് അപ്പോൾ അവർക്ക് ഞാൻ ഒരു ഓയിൽ തേച്ച് കൊടുക്കുകയാണ്. കുളിക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഒരു ഓയിൽ തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ തന്നെ വീട്ടിൽ തയ്യാറാക്കിയ ഓയിലാണ് കേട്ടോ. അതൊരു സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ്. നമ്മുടെ ക്യാരറ്റും തേങ്ങാപ്പാലും കൂടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ ക്യാരറ്റ് ഇരുന്നപ്പോഴും ഞാൻ വെച്ചാൽ കുട്ടികൾക്കൊരു ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല നമുക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനും അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു കളറ് കിട്ടും കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ, കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ക്യാരറ്റും തേങ്ങാപ്പാലും പിന്നെ നമ്മുടെ നാച്ചുറൽ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കിലോ വെളിച്ചെണ്ണ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് 3 പേർക്ക് ഞാൻ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ലച്ചുനാണെങ്കിൽ ദേഹം ഫുള്ള് തേച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മക്കൾക്ക് ഇതുപോലെ മുഖത്തും കഴുത്തിലും ഒക്കെ ഞാൻ അവർക്ക് തേച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ എല്ലാവരെയും 3 പേരെയും കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ മൂത്ത ആളാണ് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അവൻ്റേതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എല്ലാവരെയും കുളിപ്പിച്ചു. പിന്നെ അവർക്ക് ദേഹത്ത് നല്ല വെതറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് തന്നെ വെതറുണ്ട്. അപ്പം മൂത്ത ആളുടെ ദേഹത്ത് അങ്ങനെ ഇല്ല, പക്ഷേ ഇവരുടെ രണ്ടുപേരുടെ ദേഹത്ത് മുഖത്തും ഒക്കെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്, ടൗണിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നൈസ് സ്കൂളിൽ നിന്ന് എങ്ങാണ്ടാണ് പൗഡറിൻ്റെ പേര്, പക്ഷേ നല്ല പൗഡറാണ് കേട്ടോ. അപ്പം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേയൊക്കെ തന്നെ അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ലച്ചുവിന് ഞാൻ ദേഹത്ത് ഫുള്ളിട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ അദ്ദേഹത്തെ ഫുള്ള് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അവളെ ഒന്ന് ഒരുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരുങ്ങാനൊന്നും അങ്ങനെ നിന്ന് തരില്ല. ചില സമയങ്ങളിൽ അവൾക്ക് തോന്നണം ഒരുങ്ങാനൊക്കെ നിന്ന് തരണമെങ്കിൽ. അതുപോലെ ഉടുപ്പിടാനും ഭയങ്കര മടിയാണ് കേട്ടോ. ഉടുപ്പിടാന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ടാണ്. അപ്പോൾ കുട്ടികളല്ലേ, കുട്ടികൾക്കായാലും ഇറിറ്റേഷൻ കാണുമല്ലോ. അപ്പോൾ ചൂടായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഉടുപ്പൊക്കെ ഊരിക്കളയാൻ അവൾ തന്നെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ കുളിപ്പിച്ചതിൻ്റെ ആ ഒരു പേരിൽ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇനി അവളെ ഒന്ന് ഒരുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതിന് മുന്നേ തന്നെ അവൾക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 മരുന്നാണ് അവൾക്ക് കൊടുക്കാനുള്ളത്. ഒന്ന് നമ്മുടെ വൈറ്റമിൻ മരുന്നാണ്, സിങ്കോവേറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഡ്രോപ്സ് കുട്ടികൾക്ക് ചെറുതിലേ കൊടുക്കില്ലേ, അപ്പം അതിൻ്റെ സിറപ്പാണിത്, സിങ്കോവേറ്റിൻ്റെ. പിന്നെ വേറെ ഒരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ അയണിൻ്റെ. അത് അയണിൻ്റെ എന്ന് വെച്ചാൽ ഇവർക്ക് HB തീരെ കുറവായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ തന്ന മരുന്നാണിത്. അപ്പോൾ അതും നമ്മൾ മുടങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ സിങ്കോവിറ്റ് കൊടുക്കുകയാണെങ്കിൽ രാത്രിയിൽ അയൺ അങ്ങനെ നമ്മൾ മാറിയും തിരിഞ്ഞും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ ഞാനവിടെ ഒരുക്കുകയാണ്. അപ്പോൾ ഒരുക്കുമ്പോഴും ഇങ്ങനെ കൈയൊക്കെ വെച്ച് തട്ടിയിട്ട് കൺമഷിയൊക്കെ ഇതുപോലെ പടത്തി കളയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരുക്കാമെന്ന് വെച്ചാൽ പിരികമൊക്കെ കുറേ നാളായി എഴുതിയിട്ട്. അപ്പോൾ പിരികമൊക്കെ എഴുതി കഴിഞ്ഞു, പൊട്ടൊക്കെ കുത്തി കൊടുത്തു. പിന്നെ കണ്ണ് ജസ്റ്റ് ഞാനിതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കുറച്ച് നേരത്തേക്കുള്ളൂ ഇങ്ങനെ തന്നെ ഇരിക്കുക. പിന്നെ പെട്ടെന്ന് തന്നെ അവൾ കൈവച്ച് തിരുമ്മി കളയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കുകയാണ്. അപ്പോൾ ഞാനും ഇപ്പോഴാണ് കഴിക്കുന്നത്. അപ്പോൾ ആണെങ്കിൽ മക്കൾക്ക് 3 പേർക്കും ഇഡ്ഡലി കൊടുത്തു. അപ്പോൾ ലച്ചുവിന് ഇപ്പോൾ കൊടുത്താലും വെറുതെയാണ്, പിന്നെ നമ്മൾ സമയമെടുത്ത് അവൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനും കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ കഴിക്കുന്ന കൂട്ടത്തിൽ ലച്ചു എല്ലാവരും കഴിക്കുന്ന കണ്ടപ്പോൾ ലച്ചുവിനും കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു ഇഡ്ഡലി ഒരു പാത്രത്തിലാക്കിയിട്ട് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ചൊക്കെ കഴിച്ചു, കുറേയൊക്കെ കളഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ അമ്മ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഇതുപോലെ തൊമര എടുത്തപ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, തൊമര അത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് പരിപ്പുവട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളായി എന്തെങ്കിലും ഈവനിങ്ങിൽ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുറച്ചത് നമ്മുടെ പരിപ്പ് വട ഉണ്ടാക്കുന്ന പരിപ്പല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലാണ്ടുള്ള ചെറിയ തുവരയാണ്. പക്ഷേ അത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് വെള്ളത്തിലിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ നിന്ന് TV കാണാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കുഞ്ഞമ്മയുടെ വീട് വരെ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് പച്ചക്കറികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കറി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ സാമ്പാർ വെക്കാൻ നോക്കിയപ്പോഴായാലും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ കുഞ്ഞമ്മയുടെ അവിടെ പോയി. കുഞ്ഞമ്മയുടെ അവിടെ എന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തിൻ്റെ അവിടെ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറച്ച് താഴോട്ട് പോകുമ്പോഴാണ് കുഞ്ഞമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ആടും പശുവും കോഴിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം എനിക്കൊന്ന് 3-4 പശുക്കളും 2 ആടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടുത്തെ നാട്ടുമാവിൽ നിന്ന് വീണ 2 മാങ്ങയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു അത് എടുത്തോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ പച്ചക്കറി നമുക്ക് മത്തങ്ങയും 2 കായും കിട്ടി. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. പക്ഷേ കോവയ്ക്ക ഇവിടെ അല്ല, അപ്പുറത്തൊരു വീട്ടിൽ ഇതുപോലെ വിൽക്കാൻ, അത് അവിടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന കോവയ്ക്ക, അതും വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നാളത്തേക്ക് അതുള്ളൂ.
അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞമ്മയുടെ വീട്. അപ്പോൾ ഇത് ഇളയ മോനാണ്, അവൻ അവിടെ കിടന്ന് ഫോണിൽ കാർട്ടൂണൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കുഞ്ഞമ്മയായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കുഞ്ഞമ്മ അവിടെ തൂക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഒരുപാട് മിറ്റമുണ്ട്, അപ്പോൾ അതൊക്കെ കുഞ്ഞമ്മ തൂക്കുകയാണ്. പിന്നെ ഈ പശുക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് കുഞ്ഞമ്മയ്ക്ക് ഒരുപാട് സമയം തീരെ തികയില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കണ്ടേ. അപ്പോൾ പശുവിനെ കൊണ്ട് കെട്ടണം, പിന്നെ അതിന് പോച്ചയാക്കണം, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു കോഴിയുണ്ടോ, അപ്പുറത്തെ വീട്ടിലെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇങ്ങനെ ഇരുന്ന് അരിയൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അങ്ങനെ നമ്മൾ മത്തങ്ങയും കായവും കൊണ്ടൊക്കെ നമ്മൾ നേരെ വീട്ടിൽ കയറി വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അമ്മ സോയാബീൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വറക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും നമ്മുടെ പൊടികളെല്ലാം നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മളെല്ലാം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതൊരു ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളത് വറുത്തെടുക്കാൻ പോകണം കേട്ടോ. പിന്നെ നമുക്ക് കറിയായിട്ട് കുഞ്ഞുമ്മേടെ അവിടെ നിന്ന് കിട്ടിയ മത്തങ്ങയും കായും കൂടെ അതിൻ്റെ കൂടെ വൻപയറും കൂടെ ഇട്ടിട്ടുള്ള ഒരു ഉടച്ചു കറിയാണ്. അപ്പോഴത്തേക്ക് സോയാബീൻസും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുവിന് രാവിലെ ഞാൻ ഇഡലി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അന്നേരത്തേക്ക് അമ്മ അവൾക്ക് കൂരവ് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ രാവിലെ എണ്ണ തേക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ, നമ്മുടെ ക്യാരറ്റ് ഓയിൽ തേക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അതൊക്കെ തേച്ചൊന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ അത് പരിപ്പോട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പോടയും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ വൈകുന്നേരം കുഞ്ഞമ്മയുടെ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ മാങ്ങ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ പോയി. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഒന്നും വീണിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരത്ത് എന്തോ ഒരു ഭാഗ്യം പോലെ ഒരു മാങ്ങ മേളിൽ നിന്ന് വീണു കേട്ടോ. അപ്പോൾ അത് അവൻ ഓടിപ്പോയി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴൊക്കെ താഴെ 1-2 എണ്ണമൊക്കെ അങ്ങ് ദൂരെയൊക്കെ കിടന്ന് കിട്ടി. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡേ ഇൻ അവർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ മാങ്ങയൊക്കെ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതും. നമ്മുടെ അവിടെ നിന്ന് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പണ്ട് ഞാനിവിടെ കുഞ്ഞുമ്മയുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇതുപോലെ പോയി മാങ്ങയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.